നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുചീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് വളരെ വേഗം വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്തി സ്ക്വാഷാണ്. ബീട്രൂട്ടും നാരങ്ങാനീരും ചേർത്ത് നമുക്ക് ഈ സ്ക്വാഷ് നമ്മുടെ വീടുകളിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ, അല്പം സമയവും കൂടി വേണം. നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളും പ്രിപ്പറേഷനും എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇടത്തരം വലുപ്പമുള്ള 4 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ബീട്രൂട്ട് നമുക്കിനി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഞാൻ തൊലി കളഞ്ഞ ഓരോ ബീട്രൂട്ടും 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇനി ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഇത് വേവിച്ചെടുക്കുന്നതിലേക്കായി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 1-2 വിസിൽ പരുവത്തിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ബീട്രൂട്ട് ഞാൻ 2 വിസിൽ സമയം അത് വേവിച്ച് വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1 കിലോ പഞ്ചസാരയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര നമുക്ക് സിറപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ചുവട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ടു. അതിലേക്ക് ഞാൻ ഒരു 250 ml പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് പാനിയാക്കി എടുക്കേണ്ടതുണ്ട്. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതിലേക്കായി നമുക്ക് ഇതിലേക്ക് 1 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അരിഞ്ഞു ചേർന്ന് ഈ പാനി അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. നമുക്കിത് ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് നൂൽപ്പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. പഞ്ചസാര അലിഞ്ഞു ചേർന്ന് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അല്പം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് തീയിൽ നിന്ന് മാറ്റാവുന്നതാണ്. തീയിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാനി കട്ടിയായി പോവാതെ ഇരിക്കും. നമുക്കിനി തീ അണച്ചു കൊടുത്ത് ഇത് തണുക്കുന്നതിലേക്കായി മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്തിരിപ്പുണ്ട്. നമുക്ക് ഇനി ഇത് മിക്സിയിൽ നന്നായി അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ വെന്ത ബീട്രൂട്ട് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി അരയുവാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബീട്രൂട്ട് വെന്ത ചാറ് നമുക്ക് ഇതിലേക്ക് അല്പം ഒഴിച്ച് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ബീട്രൂട്ട് ഞാൻ നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഈ ബീട്രൂട്ട് അരിക്കുന്നതിലേക്കായി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇവിടെ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് നന്നായി അരിച്ച് എടുത്തിട്ടുണ്ട്. നേർത്ത ജ്യൂസാണിത്. ഇത് മാത്രമല്ല, ഇതോടൊപ്പം നമുക്ക് അല്പം നാരങ്ങാ നീരും കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ ഏകദേശം ഇത്ര വലിപ്പമുള്ള, അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്. ഇത്ര വലിപ്പമുള്ള 10 നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഈ ജ്യൂസും നന്നായി അരിച്ചെടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പാചകത്തിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നന്നായി തണുത്തിരിപ്പുണ്ട്. ഇത് അത്യാവശ്യം കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഒരു കാര്യമാണ്,
നമ്മൾ പഞ്ചസാര പാനിയാക്കുമ്പോൾ ഒരിക്കലും നൂൽപ്പരുവം ആകാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം അല്പമൊന്ന് വറ്റി നമുക്ക് തവി വെച്ച് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഈ പഞ്ചസാര ലായനി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുകയും അതോടൊപ്പം ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് ഇരുന്ന് നല്ല സെറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇത് അത്യാവശ്യം കുറുകിയ പഞ്ചസാര പാനിയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം 250 ml ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട്. ഇത് നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബീട്രൂട്ട് ജ്യൂസിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര്, ഇത് 130 ml നാരങ്ങ നീരുണ്ട്. ഇത് നമുക്ക് ഈ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സ്ക്വാഷ് നന്നായി മിക്സ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ നന്നായി തണുത്ത പഞ്ചസാര ലായനിയിലേക്കാണ് ഈ 2 ജ്യൂസുകളും ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര ലായനി ചൂടാക്കരുത്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് നമുക്ക് ഇത് അല്പം എടുത്ത് ഇതിലേക്ക് തണുത്ത വെള്ളം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ബീട്രൂട്ട് സ്ക്വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അല്പം ബീട്രൂട്ട് വേണം. ബീട്രൂട്ട് നന്നായി വേവിച്ച് അതിൻ്റെ തണുത്തതിന് ശേഷം അത് മിക്സിയിലടിച്ച് അതിൻ്റെ തെളിഞ്ഞ നീരെടുക്കുക. അതോടൊപ്പം കുറച്ച് നാരങ്ങ നീരും എടുക്കുക. കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കിയതിന് ശേഷം പഞ്ചസാര പാനി തണുത്തതിന് ശേഷം മാത്രം ഈ 2 ജ്യൂസുകളും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല വെള്ള നനവില്ലാത്ത കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആവശ്യത്തിന് അല്പം സ്ക്വാഷ് എടുത്ത് ബാക്കി തണുത്ത വെള്ളവും കൂടി മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിലും സ്ക്വാഷിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഈ സ്ക്വാഷ് ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.